നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 408th day. Today 8th sloka of 6th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 408ാം ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ ഭൃതാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം. സദാം സമാജോ ഭവിത സപ്തരാത്രം സുദുർലഭ അപൂർവരസരൂപൈവ കഥാചാത്ര ഭവിഷ്യതി. സദാം സമാജോ ഭവിത സപ്തരാത്രം സുദുർലഭ അപൂർവരസരൂപൈവ കഥാചാത്ര ഭവിഷ്യതി. ഓം തത്സത്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, എല്ലാവർക്കും ക്ഷണക്കത്തയക്കണം, എല്ലാവരെയും ക്ഷണിക്കണം. സമീപദേശങ്ങളിലുള്ള എല്ലാ ബന്ധുക്കളെയും, ദേശം തോറും ഏതേത് ജനങ്ങൾ മഹാത്മാക്കളായിട്ട് ഇത് കേൾക്കണമെന്ന് ആഗ്രഹത്തോടു കൂടിയുള്ള വിഷയവിരക്തന്മാരായിട്ടുള്ള എല്ലാവരെയും ഈ കഥാശ്രവണത്തിന് ക്ഷണിക്കണം, സപ്താഹത്തിന് ക്ഷണിക്കണം, ഭാഗവത സപ്താഹത്തിന് ക്ഷണിക്കണമെന്ന് പറഞ്ഞിട്ട് അതിൽ ഇപ്രകാരം എഴുതണം എന്നുകൂടി പറഞ്ഞു. ഇപ്പോൾ അതിൽ എഴുതേണ്ട ലിഖിതത്തെക്കുറിച്ച് പറയുകയാണ്. ക്ഷണക്കത്ത് എപ്രകാരമായിരിക്കണം എന്ന് വിശദമാക്കി പറഞ്ഞു കൊടുക്കുകയാണ് സനകാദികൾ. സമാജം, ഇവിടെ ഒരു സജ്ജന സമ്മേളനം ഉണ്ടാക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. സദാം സമാജോ ഭവിത, ഇവിടെ ഒരു സജ്ജന സമാജം ഉണ്ടാക്കാൻ, അതായത് എല്ലാവരും കൂടിയുള്ള ഒരു സമ്മേളനം ഉണ്ടാകാൻ തീരുമാനിച്ചിരിക്കുന്നു. സപ്തരാത്രം സുദുർലഭ, 7 രാത്രികൾ, അതിദുർലഭമായിട്ടുള്ള 7 ദിവസങ്ങൾ. രാത്രി എന്ന് പറയുന്നത് ദിവസത്തിന് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അതിമഹത്തായ സമ്മേളനം ഉണ്ടാക്കാൻ പോകുന്നു. അപൂർവ രസരൂപൈവ, വളരെ അപൂർവമായിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു സമാജം എന്ന് പറഞ്ഞാൽ സമ്മേളനം വളരെ അപൂർവമാണ്. കഥാചാത്ര ഭവിഷ്യതി, ആ സമാഗമത്തിൽ അപൂർവ സ്വരൂപമായിട്ടുള്ള കഥാപ്രസംഗം ഉണ്ടാകും എന്ന് പറയുകയാണ്. ബാക്കി ഭാഗങ്ങൾ അടുത്ത ശ്ലോകങ്ങളിലായിട്ട് പറയുന്നുണ്ട്. എല്ലാവരെയും നാട് മുഴുവൻ ക്ഷണിക്കണം, എല്ലാ ബന്ധുക്കളോടും എല്ലാവരോടും അറിയിക്കണം, എല്ലാവർക്കും ക്ഷണക്കത്ത് അയക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ക്ഷണക്കത്ത് എപ്രകാരമായിരിക്കണം എന്നുകൂടി സനകാദികൾ വിശദമായി നാരദാദി മഹാത്മാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് എല്ലാ ദേശങ്ങളിലും ഉള്ളവരെ വിളിച്ചിട്ട് അപൂർവമായിട്ടുള്ള ഒരു കഥാശ്രവണം ഇവിടെ 7 ദിവസം നടക്കാൻ പോകുന്നു എന്ന് എഴുതണം അതിൽ എന്നാണ് പറയുന്നത്. ആ ക്ഷണക്കത്തിൽ ഇപ്രകാരം എഴുതണം. ബാക്കി ഭാഗം അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് അനുസ്മരിക്കാം. ശ്ലോകം ഒരിക്കൽ കൂടി. സദാം സമാജോ ഭവിത സപ്തരാത്രം സുദുർലഭ അപൂർവരസരൂപൈവ കഥാചാത്ര ഭവിഷ്യതി. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.